ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. ആർക്കും ഒരു കാര്യം ബോധ്യമാകും, പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ സംശയത്തിനിടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു അവസരം എന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിയമത്തിന്റെ വഴിക്ക് പോകും. ഓരോ വിദ്യാലയവും പ്രവർത്തിക്കേണ്ടത് ഈ നാടിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. ഇതിന് വിരുദ്ധമായ നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ആ അധികാരം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അവരുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അപക്വമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചേർന്ന നടപടിയല്ല. സ്കൂളിന്റെ ശാന്തവും സമാധാനപരമായ പ്രവർത്തനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റിന് അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ ഒരു വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് PTA പ്രസിഡന്റും PTA പ്രസിഡന്റും സ്കൂളിന് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലുമല്ല മറുപടി പറയേണ്ടത്. അത് നല്ലവണ്ണം മാനേജ്മെന്റിന് ഓർമ്മ വേണം. വിദ്യാർത്ഥികളുടെ അന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണുന്നതിന് പകരം അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ വിഷയത്തിൽ സർക്കാർ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവിടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു. ഇനി പരിഹാരം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്രസമ്മേളനം നടത്തിയത് ഉചിതമായിട്ടുള്ള മാർഗം അല്ല. ഗവൺമെന്റ് ഭാഗം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ പറഞ്ഞു, മാനേജ്മെന്റും കോളേജിന്റെ ഭരണാധികാരികളും കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുമായി ചർച്ച ചെയ്ത്
കുട്ടിയെ അവിടുത്തെ നിയമം അനുസരിച്ച് യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ ക്ലാസ്സിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതോടെ പ്രശ്നം തീർന്നു. ആ പ്രശ്നം തീർന്നതിന് ശേഷം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഗവൺമെൻറ്റിനെയും മന്ത്രിയെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ തന്നെ ഒരു അടിസ്ഥാനവും നിയമപരമായി ബന്ധമില്ലാത്തതും ബലമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ വിമർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ്. ആ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആ മാനേജ്മെൻറ്റും തയ്യാറായി എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസരത്തിലും പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷേ ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. മറ്റൊരു കാര്യം, എന്ത് അധികാരമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെന്റ് ചോദിച്ചിട്ടില്ല. KER ചാപ്റ്റർ 5 ഓപ്പണിംഗ് ആൻഡ് റിക്കഗ്നൈസേഷൻ ഓഫ് ദി സ്കൂളാണ്. പുതിയ സ്കൂൾ തുറക്കുന്നതും അതിനുള്ള അംഗീകാരമാണ് കേരള എഡ്യൂക്കേഷൻ റൂളിലെ ചാപ്റ്റർ 5 പറഞ്ഞിരിക്കുന്നത്. അതിലെ റൂൾ 11 പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് പെർമിഷൻ ടു ഓപ്പൺ ന്യൂ സ്കൂൾസ്. അൺഎയ്ഡഡിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. റൂൾ 3 പറയുന്നത് വിട്രായൽ ഓഫ് പെർമിഷൻ ഗ്രാൻഡഡ് ടു ഓപ്പൺ സ്കൂൾ. അത് റൂൾ 3 പറയുന്നതാണ്. ഡി ജിക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇത് ഇത്രയും ഞാനിത് വ്യക്തമാക്കാൻ കാരണം ഇതിനുള്ള എന്ത് അധികാരം എന്നൊക്കെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കൂട്ടരും ചോദിച്ചത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത്. ആ വെല്ലുവിളികളെല്ലാം തള്ളിക്കളയുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം ഈ രൂപത്തിലുള്ള ഒരു വെല്ലുവിളിയും പ്രഖ്യാപനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. പിന്നെ ഗവൺമെന്റിന് മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല, അത് നടപ്പിലാക്കാൻ അത് തള്ളിക്കളയുക.